ആരോപിച്ചു, അവർ പിൻവലിച്ചിട്ട് പോയി. അതവിടെ നിൽക്കട്ടെ. അതിന് പുറമെ പ്ലീസ് സാർ, ഞാൻ പറയട്ടെ. യെസ്, കൃത്യമായൊരു ലാൻഡ് ലോഡ് പോർട്ട് എന്ന നിലയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി LDF ഗവൺമെന്റ് മുമ്പിൽ കൃത്യമായൊരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ഈ പോർട്ടിന്റെ ഓപ്പറേഷൻ ടെൻഡർ വിളിച്ച് സ്വകാര്യ കമ്പനി കൊടുക്കുക. അതേസമയം തന്നെ SBIയുടെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിന്റെ മേൽ വിഭവ സമാഹരണം നടത്തുക. ഈ പ്രോജക്ട് 100% യോജിപ്പാണ്. പറയട്ടെ. അപ്പോൾ ഇതിന്റെ അർത്ഥം, ഇതിന്റെ ഉടമസ്ഥാവകാശം, അതാണ് ഞാൻ സാർ പറഞ്ഞതിലേക്ക് വരുന്നത്. താങ്കൾ എന്താ ചോദിച്ചത്? ഇതിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിലോ അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രണത്തിലോ നിക്ഷിപ്തമാക്കിക്കൊണ്ട് ഓപ്പറേഷൻ പാർട്ട് മാത്രം ടെൻഡറിലേക്ക് പോവുക. ഇതായിരുന്നു ഞങ്ങളുടെ കൺസെപ്റ്റ്. പക്ഷെ അത് നടന്നില്ലല്ലോ. പ്ലീസ്, അതിനെ ആര് തുരങ്കം വെച്ചു? ഡൽഹിയിലാണ്. ഞാനൊരു കാര്യം പറയട്ടെ. കേരള നിയമസഭയിൽ ഒരു കൺസ്യൂമർ ഫെഡിന്റെ ഗോഡൌൺ തുടങ്ങാൻ തീരുമാനിക്കുന്ന ലാഘവത്തോടു കൂടി ഞങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതിൽ സെക്യൂരിറ്റി ക്ലിയറൻസ്, ഇത് സാർ എന്താ കരുതുന്നത്? ചെറിയ ലോബിങ് എന്ന വമ്പൻ ലോബിങ് ആണ്. വമ്പൻ ബിസിനസ് ആണെങ്കിൽ അതിന്റെ പിന്നെ ലോബിങ് ശ്രദ്ധ കാണണ്ട. ഇതിന്റെ സെക്യൂരിറ്റി ക്ലിയറൻസ് പരിശോധിക്കുമ്പോൾ, അന്വേഷിക്കുമ്പോൾ അതുൾപ്പെടെ യഥാർത്ഥത്തിൽ അന്വേഷിക്കണം. ഈ സെക്യൂരിറ്റി ക്ലിയറൻസ് പലപ്പോഴും പല കമ്പനികൾക്കും എങ്ങനെയാണ്? ഇതെല്ലാം സമ്മതിച്ചു. മാത്രമല്ല, നിങ്ങളുടെ എന്ന് വെച്ചാൽ VS സർക്കാരിന്റെ ലാൻഡ് ലോഡ് മോഡൽ എന്ന് പറയുന്നത് അങ്ങേയറ്റം ജനപക്ഷത്ത് നിൽക്കുന്നതാണ്, ഒരു സംശയവുമില്ല. പക്ഷെ നമ്മുടെ ഇപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥിതി അതല്ല. അഴിമതി നടത്താനല്ലേ അത് അട്ടിമറിച്ചത്? ഒരു ഘട്ടത്തിൽ അദാനിയെ ഓടിച്ചതും UPA സർക്കാരാണ്. അനുമതി കൊടുക്കാതിരുന്ന അനുമതി കൊടുക്കാതെ സെക്യൂരിറ്റി ക്ലിയറൻസ് കൊടുക്കാതിരുന്നവരാണ്. എല്ലാം പോട്ടെ. നമ്മുടെ മുന്നിലുള്ള KV തോമസിന്റെ വസതിയിൽ വെച്ച് നടന്ന ചർച്ചയിലേക്ക് വന്നപ്പോൾ രംഗം മാറി. താങ്കൾ നേരത്തെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ കാര്യങ്ങളെല്ലാം എത്ര കണ്ട് മാറി? അതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് KV തോമസിന്റെ വീട്ടിൽ വെച്ച് മാറി മറിഞ്ഞു. പ്ലീസ്, ഞാനത് പറയട്ടെ. ഇവിടെ ഞാൻ വിഷ്ണു, താങ്കൾ പറഞ്ഞോളൂ. പക്ഷെ വിഷ്ണുവിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. അദ്ദേഹം ശ്രീ പ്രകാശ് സാർ പറഞ്ഞതിനകത്ത് വ്യത്യസ്തമായ വിഷ്ണു കൈ ഉയർത്തുന്നു. നേരത്തെ വിഷ്ണുവിന് വേണ്ടിയിട്ട് വിഷ്ണു പറഞ്ഞോളൂ. ഒന്ന്, റഹീം അവസാനം പറഞ്ഞു വെപ്പിച്ച ഒരു കാര്യമാണ്. KV തോമസിൻ്റെ വീട്ടിൽ വെച്ച് ചർച്ച നടത്തിയിട്ട് തീരുമാനം മാറ്റിയെന്ന്. ഞാൻ റഹീമിനെ വെല്ലുവിളിക്കുകയാണ് വിനയത്തോടുകൂടി. വെല്ലുവിളി ഒരു നിഷേധ സ്വഭാവത്തിലുള്ളതാണ്. ഞാൻ വേണമെങ്കിൽ ആ വാക്ക് പിൻവലിച്ചേക്കാം. അങ്ങ് ദയവ് ഇതൊന്ന് പഠിക്കണം. കാരണം അങ്ങ് ഇനിയെങ്കിലും ഒന്ന് പഠിക്കണം. ഇതിനകത്ത് ഈ RSQ തയ്യാറാക്കിയത്, RSP തയ്യാറാക്കിയത് കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷന്റെ മോഡൽ കൺസെഷൻ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയും ഈ ആയുധമാണ് എടുത്ത് പ്രയോഗിച്ചത്. മോഡൽ കൺസെഷൻ എഗ്രിമെന്റ് ഈ കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതിൽ മാറ്റം വരുത്തിയെന്നാണ്. കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷനോട് എനിക്കൊരു അവസരം തരൂ. 18/1/13 ജനുവരി മാസം 18-ാം തീയതി ശ്രീ ഉമ്മൻചാണ്ടി, ഞാൻ പറയട്ടെ, 2013 ജനുവരി അതുവരെ ലാൻഡ് ലോഡ് ആയിരുന്ന ഒരു മോഡലിനെ സർവകക്ഷി നിയമസഭ എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനത്തെ ഈ പറയുന്ന ജനുവരി മാസം 18-ാം തീയതി 2013 ഏകപക്ഷീയമായി ശ്രീ ഉമ്മൻചാണ്ടി പ്ലാനിംഗ് കമ്മീഷനോട് ആവശ്യപ്പെടുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പ്ലാനിംഗ് കമ്മീഷൻ ഇതിനകത്ത് രംഗപ്രവേശം ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലാനിംഗ് കമ്മീഷൻ പറഞ്ഞിട്ടാണ് ഉമ്മൻചാണ്ടി ഈ വകുപ്പുകൾ അതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് ഞങ്ങളോട് പറയരുത്, വേറെ നിങ്ങളുടെ പാർട്ടിക്കാരോട് പറയാം. ഈ രേഖ മുഴുവൻ എന്റെ കയ്യിലുണ്ട്. ശ്രീ ഏലിയാസ് ജോൺ, പ്ലാനിംഗ് കമ്മീഷൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ കത്തയച്ചതിന്റെ മോഡൽ മാറ്റി, അത്രയും അംഗീകരിക്കാം. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി മാത്രമായി കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ ഒരു വകുപ്പ് ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഗജേന്ദ്ര ഹൽദിയ എന്ന് പറയുന്ന ഒരു നിമിഷം, അതൊക്കെ നമ്മുടെ കൺസൾട്ടന്റ് ആയിട്ട് വന്നത്. മോഡൽ കൺസെഷൻ, ഒരു നിമിഷം, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. മോഡൽ കൺസെഷൻ എഗ്രിമെന്റ് ഫോർ സ്റ്റേറ്റ് പോർട്സ് പ്രിപ്പയർഡ് ബൈ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്ക് മാത്രമാകുന്നത്? അടുക്കള കാര്യമാണ്. ഇല്ല, നടക്കാത്ത കാര്യമല്ല. അടുക്കള കാര്യമാണ്. ഈ പറയുന്ന വാദങ്ങൾ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടതനുസരിച്ച് കേരളത്തിന്റെ പ്രത്യേക താല്പര്യമനുസരിച്ച് പല മാറ്റങ്ങൾ പ്ലാനിംഗ് കമ്മീഷൻ വരുത്തി കൊടുത്തിട്ടുണ്ട്. എന്റെ കയ്യിൽ എല്ലാ രേഖകളും ഞാൻ വായിച്ചുകൊണ്ടിരിക്കുക. ശ്രീ ഏലിയാസ് ജോൺ, ഇനിയിപ്പോ പ്ലാനിംഗ് കമ്മീഷൻ, ഒരു നിമിഷം, പ്ലാനിംഗ് കമ്മീഷൻ ഉമ്മൻചാണ്ടിയുടെ പരിചാരക വൃത്തിയാണ് ചെയ്തിരുന്നത് എങ്കിൽ ആ കടമ്പ കടന്നാൽ തന്നെ പിന്നെ എത്ര കടമ്പകളുണ്ട്? ഈ CVC, ഒരു നിമിഷം, CVC ഗൈഡ് ലൈനോട് കൺഫേമിറ്റി ഉള്ളതാണോ അല്ലയോ എന്ന് നോക്കില്ലേ? ഈ കടമ്പകളുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഫിനാൻസ്
എവിഡൻസ് ഉണ്ട്. അവർ ചോദിച്ചിട്ടുണ്ട്, അവർ ചോദിച്ച രേഖ ഇന്ത്യയിലുണ്ട്. ബിസിൽ കൊടുത്ത മറുപടി സ്വീകാര്യമല്ല എന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ് പറയുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളിലൂടെയും കടന്നാണല്ലോ ഇതിന് അംഗീകാരം കിട്ടിയത്. ആണ്. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കട്ടെ, 30 വർഷം എന്നുള്ള നിലവിലുള്ള ഒരു നിയമത്തെ വിഴിഞ്ഞത്തിന് വേണ്ടി മാത്രം എങ്ങനെയാണ് 40 വർഷമായിട്ട് പ്ലാനിംഗ് കമ്മീഷൻ നീട്ടിക്കൊടുത്തത്? എങ്ങനെയാണ് നീട്ടിക്കൊടുത്തത്? വിഷ്ണു, ഒരു കാര്യം, കുളച്ചൽ പദ്ധതി PPP ആയിരുന്നു, നമ്മുടെ തൊട്ടരികിലാണ്. അതിന്റെ കരാർ 30 വർഷത്തേക്കാണ്. എല്ലാ പദ്ധതികളും 30 വർഷത്തേക്കാണ്. പിന്നെ അങ്ങനെ ഇത് 40 വർഷത്തേക്ക് ഒരു പ്രധാനപ്പെട്ട അദാനിക്ക് അനുകൂലമായ വഴങ്ങൽ. രണ്ടാമത് വേറൊന്ന്, സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്ന തുറമുഖ കപ്പൽ വ്യവഹാര വികസന നയമുണ്ട്. ആ നയത്തിൽ 2005 തന്നെ കൃത്യമായി പ്രസ്താവിക്കുന്നുണ്ട് 30 വർഷത്തേക്കായിരിക്കണം PPP മോഡൽ. അതാണ് മോഡൽ കൺസെഷൻ എഗ്രിമെന്റ്. അത് പ്ലാനിംഗ് കമ്മീഷന്റെ ഇതിനകത്തുള്ളതാണ്. ആയിക്കോട്ടെ സാർ, ഇനി അത് കഴിഞ്ഞാൽ മാൻഡേറ്ററി അല്ല. ഒരു നിമിഷം, ഞാൻ വാദിക്കണ്ടല്ലോ. വിഷ്ണു എന്നോടൊന്ന് സഹകരിക്കണം. എനിക്ക് വേഗം ഒരു ഇടവേളയ്ക്ക് പോകണം. അത് കഴിഞ്ഞാൽ ഉറപ്പ് ഞാൻ വിഷ്ണുവിലേക്ക് വരാം. ഇടവേള. സൂപ്പർ പ്രൈം ടൈം തുടരുന്നു. വിഷ്ണുവിന്റെ ഊഴത്തിലേക്ക്. വിഷ്ണു പറയാം. വേണു, ഇടപെടലില്ലാത്ത ഒരു 3 മിനിറ്റ് എനിക്ക് വേണം. അതായത്, ഒന്ന്, ഇവരുണ്ടാക്കുന്ന ഒരു ധാരണ അദാനിക്ക് വേണ്ടി ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എന്തെല്ലാം ചില സൗകര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒന്നാമത്തെ ചോദ്യം, ഇവിടെ ടെൻഡർ ക്വാളിഫിക്കേഷൻ അതിൻ്റെ തയ്യാറാക്കിയതിന് ശേഷം ടെൻഡർ വിളിക്കുന്നു. ടെൻഡർ വിളിച്ചിട്ടാണ് അദാനിക്ക് കൊടുക്കുന്നത്. ഈ ടെൻഡർ വിളിച്ചതിന് ശേഷം അദാനിക്ക് കൊടുത്തതിന് ശേഷം നിലവിലുണ്ടായിരുന്ന RSQവിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഒന്ന്, അങ്ങനെ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലാണ് അത് അദാനിക്ക് സൗകര്യമാകുന്നത്. അല്ലെങ്കിൽ അതിൽ ടെൻഡറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അത് ബാധകമാണ്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. റഹീമിനെ ഞാൻ വെല്ലുവിളിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇടപെടരുത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ VS അച്യുതാനന്ദന്റെ കാലത്തെ ലാൻഡ് എഗ്രിമെന്റ് ആണെന്ന് പറഞ്ഞു. ലാൻഡ് എഗ്രിമെന്റ് 1500 കോടി രൂപയുടെ വിഷ്ണു ദൂരെ ഇരിക്കല്ലേ, ഒരു അവസരം കൊടുക്കുക. ഏലിയാസ് ജോൺ ചെയ്യുന്നത് ശരിയല്ല. ഏലിയാസ് ജോൺ ചെയ്യുന്നത് ശരിയല്ല. എലിയാസ് ജോൺ ഞാൻ സത്യം പറയുന്നതിനെ തടസ്സപ്പെടുത്തുകയാണ്. അല്ല, സത്യമല്ല. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അത് തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് ഇടപെടുന്നത്. ഞാനൊരു 3 മിനിറ്റ് ചോദിച്ചു. മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും A. റഹീമും ഏലിയാസ് ജോണും പറയുന്നതിന് ഒരു 3 മിനിറ്റ് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. എനിക്ക് ചർച്ചയിൽ തരണം. ഓക്കെ. അദാനിക്ക് ടെൻഡർ കൊടുത്തതിന് ശേഷം നിലവിലുള്ള ടെൻഡറിൽ എന്തെങ്കിലും ടെൻഡർ ക്വാളിഫിക്കേഷനിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലാണല്ലോ അത് അദാനിക്ക് വേണ്ടിയിട്ടാകുന്നത്. ഇവിടെ റോഡ് ഷോ നടത്തിയപ്പോൾ 15 പേരുണ്ടായിരുന്നു. ക്വാളിഫൈ ചെയ്തത് 5 പേരാണ്. ഇത് വാങ്ങിച്ചത് 3 പേരാണ്. അതിലൊന്ന് SR ആണ്, ഒരു സ്പാനിഷ് കൺസോർഷ്യമാണ്. അതിൽ അദാനി മാത്രമേ വന്നുള്ളൂ. ഇതിൽ ഈ പറയുന്ന ഒരുപാട് 60,000 കോടിയുടെ ലാഭം ഉണ്ടെങ്കിൽ ഇവിടെ ഇടിച്ചു കയറിയ ആൾ വരത്തില്ലേ? ആകെ ഒരാളാണ് വന്നത്. ടെൻഡർ ക്വാളിഫിക്കേഷനിൽ കരാർ ഒപ്പിട്ടതിന് ശേഷം മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയണം. ഒന്നാമത്തത്. രണ്ടാമത്തത്, VS അച്യുതാനന്ദന്റെ കാലത്തെ ലാൻഡ് ലോഡാണല്ലോ. അതിൽ 80% ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. 85%, 15% അല്ലാത്തത്. 30 കൊല്ലത്തേക്ക് 1 രൂപയുടെ വരുമാനമില്ല. നിങ്ങൾ ആ എഗ്രിമെന്റിൽ പറയൂ. 30 കൊല്ലം കഴിയുമ്പോൾ ഇത് സ്റ്റേറ്റിന് തിരിച്ചു കിട്ടും. 30 കൊല്ലത്തേക്ക് ഇതിൽ 1000 കോടി ഇവർ എക്യുപ്മെന്റിന് മുടക്കണം. അപ്പൊ വീണ്ടും അത് PPP ആയില്ലേ? അതിന് 400 കോടി കൊടുക്കണമെന്ന് വെൽസ്പൺ പറഞ്ഞത് കൊണ്ടല്ലേ അത് ഒഴിവായത്? ഇവിടെ റഹീം ധരിപ്പിക്കുന്നത് എന്താ? ഒരു സുരക്ഷയുടെ പ്രശ്നത്തിലല്ല. വെൽസ്പണുമായി ഉണ്ടാക്കുന്നതിന് മുമ്പുണ്ടായിട്ടുള്ള RSQ പ്രകാരം 85% സ്റ്റേറ്റ് മുടക്കിയാൽ 30 കൊല്ലം. ഇദ്ദേഹത്തിന്റെ ലേഖനം ഞാൻ വാദിച്ചു. വിഷ്ണു, ഞാനൊരു ഒറ്റ കാര്യം പറയട്ടെ. മോഡലാണെങ്കിൽ 33 കൊല്ലം, അതായത് 3 കൊല്ലത്തെ കൺസ്ട്രക്ഷൻ പീരീഡും കൂടെ എടുത്തു കഴിഞ്ഞാൽ 33 കൊല്ലം ഉറക്കക്കാലമല്ലേ? അതിനെയാണോ നിങ്ങൾ മഹത്തായ കാര്യമായി, മഹത്തായ പദ്ധതിയായി ഉയർത്തി കാണിച്ചുകൊണ്ട് വരുന്നത്? വിഷ്ണു, ഒറ്റ കാര്യം. ലാൻഡ് ലോഡ് മോഡലിന്റെ, ഒരു സെക്കൻഡ് സാർ, ലാൻഡ് ലോഡ് മോഡലിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് അതിന്റെ ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ്. അതിൻ്റെ നടത്തിപ്പ് ചുമതല മാത്രമാണ് നാം അതിൽ വൈദഗ്ധ്യമുള്ളവർക്ക് കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം വിഷ്ണു,
ഇവിടെ ഇപ്പോൾ ഒരു നിമിഷം അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ വാദം താങ്കൾ ആവർത്തിക്കുന്നത്. സ്റ്റേറ്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ്. വെൽസ്പൺ അതിന് മറുകൃതിയായി ചോദിച്ചതും ഏതാണ്ട് 490 കോടിയോളമാണ്. അതുകൊണ്ട് അതിൽ ഒരു ആദായവും നമുക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന്. പക്ഷേ വിഷ്ണു, ഇവിടെ ഇപ്പോൾ നാം ഇത്രയും പണം മുടക്കുന്നു. നമ്മൾ ഏതാണ്ട് 65% പണം നാം തന്നെ മുടക്കുകയാണ്. ബാക്കിയേ ഉള്ളൂ അദാനി മുടക്കുന്നത്. ഈ അദാനി മുടക്കുന്നത് അദാനിയുടെ പോക്കറ്റിൽ നിന്നോ മകൻ കരണിൻ്റെ പോക്കറ്റിൽ നിന്നോ എടുക്കുന്നതല്ല. അവിടെയും കൺസോർഷ്യം, ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ എഗ്രിമെൻറ്റിൻ്റെ ഉൾപ്പെടെ പിൻബലത്തിൽ പണം സമാഹരിക്കുന്നത്. എന്ന് വെച്ചാൽ അതും പൊതുപണമാണ്. അവിടെ VS സർക്കാരും പറഞ്ഞത് SBIയുടെ നേതൃത്വമുള്ള കൺസോർഷ്യത്തിൽ നിന്ന് നാം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പോൾ രണ്ടും ഫലത്തിൽ ഒന്ന് തന്നെയാണ്. ഒരിടത്ത് സർക്കാർ തന്നെ അത് ചെയ്യുന്നു, മറുവശത്ത് സർക്കാരിനെ ഗ്യാരണ്ടിയാക്കി അദാനി എന്ന് പറയുന്ന ഒരു പുറം കരാറുകാരൻ ചെയ്യുന്നു. വേഗം മറുപടി. എനിക്ക് എന്നിട്ട് മറ്റു അതിഥികളിലേക്ക് പോകണം വിഷ്ണു. വേണു ശരിയാണ്. വേണു ഇതിനേക്കാൾ മെച്ചപ്പെട്ട നമുക്ക് പ്രീമിയം ഓർ ഗ്രാൻഡ് ചൂസ് ചെയ്യാമായിരുന്നു. ചില സമയത്ത് വന്നില്ല. ഈ സമയത്ത് തന്നെ അങ്ങനെയുള്ള ആളുകൾ വന്നിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. ഞാൻ ഇദ്ദേഹത്തോട് ചോദ്യം ചെയ്യട്ടെ. ഇദ്ദേഹത്തെ ചർച്ചയ്ക്ക് ഇട്ടുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. തുളസീധരൻ പിള്ള അദ്ദേഹത്തിന്റെ കലാകൗമുദി ലേഖനം അവസാനിക്കുന്നത് 6000. വേണുവിന്റെ ചോദ്യത്തിന് പ്രസക്തമായ ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കലാകൗമുദി ലേഖനത്തിൽ പറയുന്നു, അദ്ദേഹം ഒരു സർവേ നടത്തി. ഞാൻ ആദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നു, കേരളത്തിലെ 5 ലക്ഷം സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ അദ്ദേഹം എങ്ങനെയാണ് സർവേ നടത്തിയത്? 6000 കോടി രൂപ അവർ നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്നാണ്. ആര് നൽകാമെന്ന്? എവിടെ സർവേ നടത്തിയിട്ട്? ഇങ്ങനെ ഒരു 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 പരിഹാരമാണ് അല്ലെങ്കിൽ ഒരു ബദലാണ് അദ്ദേഹത്തിന്റെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഇതിലെ കൺസെഷൻ പീരീഡ് എന്ന് പറയുന്നത് 40 വർഷം പ്ലസ് 20 ഇയേഴ്സ് ആണ്, 60 ഇയേഴ്സ് ആണ്. ആ 60 ഇയേഴ്സ് എന്ന് പറയുന്ന പീരീഡ് ഒരു PPP മോഡലിൽ കൺസെഷനെയർ ഇൻവെസ്റ്റ് ചെയ്യുന്ന അയാളുടെ ഷെയർ 2454 കോടി രൂപ പിരിഞ്ഞു കിട്ടാനുള്ള പീരീഡാണ്. ആ 60 വർഷം കൊണ്ട് നമ്മൾ പിന്നെ അയാൾക്ക് എത്ര രൂപ പിരിഞ്ഞു കിട്ടും എന്നാണ് കണക്കാക്കുന്നത്. 6000 കോടി രൂപ എന്ന് പറയുന്നത് ഞാനൊരു സാധ്യതയാണ് പറഞ്ഞത്. അതായത് കേരളത്തിലെ അവർക്ക് അരിയേഴ്സ് കിട്ടാനുള്ളത് തരാൻ അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. എല്ലാവരുടെ ഇടയിൽ നടത്തി നല്ല പറഞ്ഞത്. അവരുടെ സംഘടനകളും അവരുടെ പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് സംസാരിച്ചതിൻ്റെ ഒരു സോഷ്യൽ ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അവർ തരാൻ തയ്യാറായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രോബബിലിറ്റി നോക്കാതെ 2454 കോടി രൂപയ്ക്കാണ് നിങ്ങൾ അദാനി ഗ്രൂപ്പിന്റെ പടിവാതിലിൽ എത്തിയതെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളെടുക്കുന്ന 5071 കോടി രൂപ ഫണ്ട് എവിടുന്നാണ്? നമ്മളെ ബോറോഡ് ഫണ്ടാണ്. ആ ബോറോഡ് ഫണ്ടിനുള്ള തിരിച്ചു കിട്ടുന്നത് അധികമൊന്നും പോകണ്ടല്ലോ. നമ്മുടെ കൊച്ചി മെട്രോ സർക്കാർ ഈ ഫ്രഞ്ച് വായ്പ തുച്ഛമായ പലിശയ്ക്ക് സർക്കാർ നിന്നുകൊണ്ടല്ലേ ചെയ്തത്. അപ്പൊ നിങ്ങൾക്കറിയാം ഏത് ചെയ്യണം ഏത് ചെയ്യേണ്ട എന്ന്. ഞാൻ ഒരു ഇടവേളയിലേക്ക് കൂടി പോകേണ്ട. ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളിലേക്ക് വരാം.